89 സങ്കീർത്തനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട്. ഉത്സവാഘോഷത്താൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ കർത്താവെ അവർ അങ്ങയുടെ മുഖപ്രകാശത്തിൽ വഴി നടത്തപ്പെടുന്നു. ദൈവത്തെ ആരാധിക്കുന്നൊരു വ്യക്തിയെ ദൈവം തൻ്റെ മുഖപ്രകാശത്തിൽ വഴി നടത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ പരാജയങ്ങളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കണം. തകർച്ചകളെ ഓർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ജീവിതത്തിൽ ഒരു പ്രതികൂലങ്ങൾ ഉയർന്നു വരുമ്പോൾ അവിടെ നിരാശപ്പെടാതെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തൻ്റെ മുഖപ്രകാശത്തിൽ ഓരോ വ്യക്തിയെയും നമ്മളെ മുമ്പോട്ട് നയിക്കുന്നവനാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ വീണ്ടും ഒരിക്കൽ കൂടി ആരാധിക്കുന്ന സമയമാണ്. ഈ ശുശ്രൂഷയെ നമ്മളെ സഹായിക്കുന്നത് ബാബു NV. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. Hallelujah. കരങ്ങൾ ചലിപ്പിച്ച് ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. Hallelujah. സ്വരം ഉയർത്തി ഹല്ലേലൂയ. Hallelujah. 118 സങ്കീർത്തനത്തിൻ്റെ 24 തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, സന്തോഷിച്ച് ഉല്ലസിക്കാം. ദാവീദ് വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. പ്രിയപ്പെട്ടവരെ, ഈ 118 സങ്കീർത്തനത്തിൻ്റെ 24 തിരുവചനം നമുക്ക് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കരങ്ങൾ പിടിച്ച് സ്നേഹത്തോടെ, കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. ആ വലതു ജനമേത്തി ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പോരല്ല ശക്തിയോടെ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 66 സങ്കീർത്തനത്തിന്റെ 1 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, ജനതകളെ ആഹ്ലാദാരവത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ. എങ്ങനെ ആർപ്പ് വിളിക്കണം? ആഹ്ലാദാരത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കണം. നോക്കിക്കേ, 118:24 പറഞ്ഞു, കർത്താവ് ഒരുക്കിയ ദിവസമാണ്, ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. കാരണം ദൈവം നമ്മുടെ പ്രശ്നങ്ങളിൽ ഈ രാത്രി ഇടപെടാൻ തിരുമനസ്സായിരിക്കുന്നു. ദാവീദ് പറയാണ്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് വിജയം നൽകണമേ. പ്രിയമുള്ളവരെ, ലോകത്ത് എവിടെ നിങ്ങളായിരുന്നാലും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെയും രക്ഷയുടെയും വിജയത്തിന്റെ ദിനമായി ഈ പ്രാർത്ഥനയുടെ ദിനങ്ങളെ മാറ്റാൻ സ്വർഗത്തിലെ ദൈവം തിരുമനസ്സായിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയും, ആഹ്ലാദാരവത്തോടെ അവിടുത്തെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തണം. മഹത്വപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ സംഭവിക്കും, സ്വർഗത്തിലെ ദൈവം വലിയ മഹത്വത്തോടെ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരും. സങ്കീർത്തന പുസ്തകത്തിന്റെ 22 അധ്യായം അതിന്റെ 3 തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. അവിടെ ഇപ്രകാരം വായിക്കുകയാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ്. വചനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ്. എവിടെയാണ് ദൈവം ഉപവിഷ്ടനാകുന്നത്, കടന്നു വരുന്നത്? ഇസ്രായേലിന്റെ സ്തുതികളിൽ. പ്രിയമുള്ളവരെ, നാം ഒന്നിച്ച് ഈ രാത്രി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു സ്തുതിയുടെ അഭിഷേകം ഉയരുമ്പോൾ ഒരു സിംഹാസനം രൂപപ്പെടുകയാണ്. അവിടെ സ്വർഗത്തിലെ ദൈവം കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോഴും പ്രകാരം വായിക്കുന്നുണ്ട്, പഴയ നിയമത്തിൽ സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ സീനായി മല പോലും വിറകൊണ്ടുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു. അതേ ദൈവം ഇതാ ദൈവമക്കൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തുതിയുടെ സിംഹാസനത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക്, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് ഈ ദൈവം ഈ രാത്രി കടന്നു വരും. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞേ, ജീവനോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
89 സങ്കീർത്തനം 15 എപ്രകാരം കർത്താവിനെ സ്തുതിക്കണം? ബൈബിളിലെ വചനം നേരത്തെ ബ്രദർ പറഞ്ഞു, ഉത്സവാഘോഷത്താൽ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, എന്തെന്നാൽ അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. ഉത്സവാഘോഷത്താൽ അവിടെ ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. കർത്താവിനെ അപ്രകാരം സ്തുതിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 43:30 ബൈബിൾ വചനം ഇപ്രകാരം പറയാണ്, എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. കൈകൊട്ടി കർത്താവിനെ സ്തുതിക്കണം, നൃത്തം ചെയ്ത് ആരാധിക്കണം, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ ആരാധിക്കണം. കാരണം അവൻ സർവശക്തനാണ്, അവൻ പരിശുദ്ധനാണ്, നമുക്ക് വേണ്ടി ബലിയായി തീർന്നവൻ, കാൽവരി നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ. ആ സ്നേഹത്തെ ഈ രാത്രി നമ്മൾ ആരാധിക്കുകയാണ്. പരമപരിശുദ്ധനെ നമ്മൾ ആരാധിക്കുന്ന ഹല്ലേലൂയ പാടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനത്തിൽ വിശുദ്ധ യോഹന്നാൻ ഇപ്പുറം കാണുകയാണ്, വലിയ ജനക്കൂട്ടത്തിൻ്റെതുപോലുള്ള വലിയ ഇരമ്പൽ. ഹല്ലേലൂയ, സ്തുതികളോടെ മാലാഖമാർ പരമപരിശുദ്ധനെ ആരാധിക്കുന്നതിന്റെ സ്വരം വിശുദ്ധ യോഹന്നാന്റെ കാതുകളിൽ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനത്തിൽ വരുമ്പോൾ യെശയ്യാ കണ്ടു മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവത്തെ അനവരതം വാഴ്ത്തുകയാണ്. ആ ദൈവം ഇതാ ഈ രാത്രി നമ്മുടെ പ്രതിസന്ധികളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാൻ കാത്തിരിക്കുന്നു. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം, ആഹ്ലാദത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവർ, ദയവായി പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ആരും കാഴ്ചക്കാരല്ല. ഇവിടെ ദൈവം വിളിച്ചിട്ടാണ് വന്ന ദൈവത്തെ ആരാധിക്കാനാണ്, കാഴ്ചക്കാരല്ല, ശ്രദ്ധിക്കുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കാൾ വലിയവനായി ആരും നമ്മുടെ ഇടയിലില്ല. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ, കുടുംബങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ ഉയർത്തി ഈ ദൈവത്തെ വിളിക്കാൻ മനസ്സായാൽ, യാബോക്ക് നദിക്കരയിൽ വെച്ച് യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. യാബോക്ക് നദിക്കരയിൽ വെച്ച് യാക്കോബ് ദൈവത്തോട് പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ല. അങ്ങനെ ഒരു ദാഹമുണ്ടാകട്ടെ, ആഗ്രഹമുണ്ടാകട്ടെ. 2 കരങ്ങളും സ്വർഗത്തോളം ഒന്ന് ഉയർത്തുകയെ, 2 കരങ്ങളെയും സ്വർഗത്തോളം ഉയർത്തി, സ്വരമുയർത്തി വായ് തുറന്ന് അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കരുത്. ആരാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ശ്രദ്ധിക്കരുത്. ആ വായ് തുറന്ന് കർത്താവിനെ സ്വന്തമെന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തുതിച്ചേ, സ്തുതിക്കട്ടെ, നന്നായി സ്തുതിക്കട്ടെ, നന്നായി സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ചെറിയവരും വലിയവരും കർത്താവിനെ ആരാധിക്കട്ടെ. Glory, 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 glory. Hallelujah, hallelujah. സ്തോത്രം, സ്തോത്രം. Hallelujah, hallelujah. ഇസ്രായേലിന്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അങ്ങ് പരിശുദ്ധനാണ്. Glory. Hallelujah, hallelujah, hallelujah. ആരാധന, 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 ആരാധന. അന്ധകാരങ്ങൾ അകലട്ടെ, അന്ധകാര പോരാട്ടങ്ങൾ മാറട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവകൃപ ഇറങ്ങട്ടെ. താളത്തിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ കരമൊന്ന് ഉയർത്തിയടിക്കാമോ? കരമൊന്ന് ഉയർത്തിയടിക്കാമോ? സ്വാതന്ത്ര്യത്തോടെ ഹല്ലേലൂയ, സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനെ കരുണാനിധിയെ സ്തുതി
യോഗ്യനായവനേ പരിശുദ്ധനേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ കരമയത്തടിച്ച് കാലൊന്ന് മാറ്റി ചവിട്ടുക, കാലൊന്ന് മാറ്റി ചവിട്ടുക. കരമയത്തടിക്കുക ചലിച്ചുകൊണ്ട് സർവശക്തനായവനെ ഈ രാത്രി നമുക്കൊന്നിച്ച് ആരാധിക്കാം. സകലത്തെയും സൃഷ്ടി ചെയ്തവനെ സകലത്തിനും പരിപാലകനെ സകലത്തെയും സൃഷ്ടി ചെയ്തവനെ സകലത്തിനും പരിപാലകനെ സകലരിലും പരമോന്നതനെ സർവശക്തനും സർവജ്ഞാനിയും നീ സകലരിലും പരമോന്നതനേ സർവശക്തനും സർവജ്ഞാനിയും നീ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ കരുണയും ദയയും ഉള്ളവനെ മനസ്സലിയുന്ന മഹാപ്രഭുവേ കരുണയും ദയയും ഉള്ളവനെ മനസ്സലിയുന്ന മഹാപ്രഭുവേ വാത്സല്യത്തോടെന്നെ ചേർത്തവനെ മാറാത്ത സ്നേഹം പകർന്നവനെ വാത്സല്യത്തോടെന്നെ ചേർത്തവനേ മാറാത്ത സ്നേഹം പകർന്നവനേ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ കരമുയർത്തിയടിക്കാമോ ഉയർത്തിയടിക്കാം. ഒന്ന് റൗണ്ട് ചെയ്യാം ഇങ്ങനെ. ഹല്ലേലൂയ. ആനന്ദിച്ചേ. ആദിയുമന്തവുമായവനെ ഉറപ്പുള്ള പാറയും കോട്ടയുമേ ആദിയുമന്തവുമായവനെ ഉറപ്പുള്ള പാറയും കോട്ടയുമേ വഴിയും സത്യവുമായവനെ ഏകരക്ഷാമകമായവനെ വഴിയും സത്യവുമായവനേ ഏകരക്ഷാമകമായവനേ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി ക്രൂശു ചുമന്നു തളർന്നെനിക്കായി ഘോരമാം ശിക്ഷയതേറ്റെനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി മുൾമുടി ചൂടിയതും എനിക്കായി ജീവനെ നൽകിയതും എനിക്കായി ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ വൻകൃപയെ എന്നും ഓർത്തിടും ഞാൻ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ശക്തി നിറയുന്നു, വിടുതൽ നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ താഴ്ത്തി കണ്ണുകൾ അടച്ചൊരു നിമിഷം ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദാ ഇസ്രായേലിന്റെ സ്തുതികളുടെ മധ്യേ വസിക്കുന്ന പരമപരിശുദ്ധനായവൻ ഇതാ നമ്മുടെ അടുക്കൽ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ അടുക്കലുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്, നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ അവൻ കടന്നു വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമയമാകയാൽ ദൈവകരങ്ങളിലേക്ക് ദൈവ മനസ്സ് നിറവേറ്റുന്നതിനായി നമ്മുടെ ജീവിതങ്ങളെ സ്നേഹത്തോടെ ഒന്ന് സമർപ്പിക്കാമോ? ദാവീദ് പ്രകാരം പറഞ്ഞു, അവിടുന്ന് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, അവിടുന്ന് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ ഭയപ്പെടണം? പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് സകലത്തെയും സൃഷ്ടിച്ചവൻ ഇതാ നിനക്ക് തുണയായി, സങ്കേതമായി നമ്മുടെ കുടുംബത്തില്, വ്യക്തി ജീവിതത്തില്, നമ്മുടെ പ്രതിസന്ധികളിലേക്ക് അവൻ കടന്നു വരുന്നു. ഹൃദയം കൊണ്ട് അവനെ സ്നേഹിക്കാം, ആദരം സമർപ്പിക്കാം, ജീവിതം സമർപ്പിക്കാം. ചേർന്ന വരികളോട് ചേർന്ന് നിന്ന് നമുക്ക് വീണ്ടും സമർപ്പിച്ച് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് സ്നേഹത്തോടെ ആരാധിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിനെ കാണുക. യേശുവിതാ നിന്നെ സ്പർശിക്കുന്നു. യേശുവിതാ നിന്റെ അവന്റെ മാറോട് നിന്നെ ചേർത്തണയ്ക്കുന്നു. ആ സ്നേഹവിതാ നിന്നിലേക്ക് ചാലുകീറി ഒഴുകുന്നു. പ്രിയ ദൈവമകനെ, മകളെ, നിന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കുക. മാലാഖമാർ അനവരന്ന് സ്തുതിക്കപ്പെടുന്നവൻ നിന്റെ സൃഷ്ടാവ് ചേർന്ന് നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ചേർന്നാണ് നീ എന്റെ സങ്കേതവും നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ. സേവിച്ചിടും ഞാൻ സർവ്വവുമായി. അടിയനിതാ. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ. സേവിച്ചിടും ഞാൻ സർവ്വവുമായി. അടിയനിതാ. അടിയനിതാ. വായ് തുറന്ന് അടിയനിതാ. അടിയനിതാ ദേവാ. അടിയനിതാ ദേവാ. അടിയനിതാ. അടിയനിതാ ദേവാ. അടിയനിതാ. അടിയനിതാ ദേവാ. സമർപ്പിക്കുക, സമർപ്പിച്ചു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും കൊടുക്കുക. ദേവാ. അടിയനിതാ. അടിയനിതാ ദേവാ. അടിയനിതാ. സങ്കീർത്തകൻ പറഞ്ഞു, അവിടുന്ന് എൻ്റെ സങ്കേതമാണ്,
അവിടുന്ന് എൻ്റെ കോട്ടയാണ്. ആകയാൽ പ്രിയ മക്കളെ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തുമാവട്ടെ, ഏത് പ്രതിസന്ധിയുടെ പോയി നിന്നാലും നിനക്ക് കോട്ടയായവൻ നിന്നെ സംരക്ഷിക്കും, നിന്നെ അവൻ കരുതും. ജീവിതത്തെ സമർപ്പിക്കാം. രണ്ട് കരങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ, വിളിക്കട്ടെ, യേശുവേ, യേശുവേ, യേശു ശക്തി നിറയുന്നു. രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. യേശുവേ, യേശുവേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മയെ പോലെ നിന്നെ ഞാൻ ഓമനിക്കും, മടിയിലിരുത്തി നിന്നെ ഞാൻ ലാളിക്കുമെന്ന് അരുളി ചെയ്തവൻ ഇതാ തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ഇതാ പകരുന്നു. നിന്റെ മാതാപിതാക്കൾ തരാത്ത സ്നേഹം, നിന്റെ രക്തബന്ധങ്ങൾ തരാത്ത സ്നേഹം തരാൻ കഴിയുന്ന ദൈവം ഇതാ നിന്റെ അടുക്കൽ സ്നേഹത്തോടെ ജീവിതത്തെ സമർപ്പിച്ച് എല്ലാ കണ്ണീരുകളും സമർപ്പിച്ച് ആരാധിക്കുക. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം. അതിരം കൊണ്ട് ഹൃദയം കൊണ്ട് ഏറ്റു പറയാം. നീ എന്റെ വൈദ്യനും രോഗികളുടെ മേൽ സൗഖ്യശക്തി വരുന്നു. നീ എൻ ദൈവം. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ, സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ, സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ. യേശുവേ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ, അടിയനിതാ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഏഷ്യ ദീർഘദർശി പരമപരിശുദ്ധനായവനെ ദർശിച്ച മാത്രയിൽ പറഞ്ഞു, ഞാൻ എത്രയോ അശുദ്ധൻ, അശുദ്ധമായ അതരങ്ങൾ ഉള്ളവരുടെ ഇടയിൽ വസിക്കുന്നവൻ. ഏഷ്യാവിന്റെ കാതുകളിൽ വീണ്ടും ദൈവസ്വരം കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അവൻ തന്നെ തന്നെ അടിയറ വെച്ചു, ഇതാ ഞാൻ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവത്തിനായി സമർപ്പിക്കുന്ന ജീവിതങ്ങൾ വീണ്ടും അഭിഷേകം പ്രാപിക്കും, വീണ്ടും വിശുദ്ധി കൊണ്ട് നിറയും, വീണ്ടും വിടുതലുകൾ കൊണ്ട് നിറയും. പ്രിയപ്പെട്ടവരെ, 40-ാം സങ്കീർത്തനം 7-ാം തിരുവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് സങ്കീർത്തകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചു. പുസ്തകത്തിന്റെ ആരംഭത്തിൽ ഇതാ എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ ഇതാ വന്നിരിക്കുന്നു. രണ്ട് കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, ഓ സ്തോത്രം, ഹല്ലേലൂയ. ഓ സ്തോത്രം.
നെഞ്ചോട് ചേർത്ത് പിടിച്ച് കർത്താവേ, നീ എൻ്റെ പാലകനാണ്, നീ എൻ്റെ സംരക്ഷകനാണ്. ഈ രാത്രി എൻ്റെ ജീവിതത്തെ മുഴുവനായി, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രശ്നങ്ങളെ മുഴുവനും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. അവിടുന്ന് എനിക്ക് മതിയായവനാണെന്ന്, എൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണെന്ന്, സർവശക്തനാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചേർന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. ദൈവസ്നേഹം അണപൊട്ടി ഒഴുകുന്നു. ദൈവകൃപ ഈ സമൂഹത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കരുണയും കൃപയും നമ്മുടെ ഇടയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേർന്ന് നിൽക്കാം. നീ എന്റെ പാലകനും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടവും നീ എൻ ദൈവം, നീ എൻ ദൈവം. ചേർന്ന് ആരാധിക്കാം. നീ എന്റെ മറവിടവും നീ എൻ ദൈവം. രണ്ട് കരങ്ങളെ ഉയർത്തി, സർവ്വതോളം ഉയർത്തി. സേവിച്ചിടും ഞാൻ, സേവിച്ചിടും ഞാൻ സർവ്വകുമാ അടിയനിതാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവ്വകുമാ അടിയനിതാ അടിയനിതാ. അടിയനിതാ ദേവാ കരങ്ങളുയർത്തി, കരങ്ങളുയർത്തി. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. ദൈവശക്തി കുടുംബങ്ങളിൽ ഇറങ്ങുന്നു. ദൈവകൃപ കുടുംബങ്ങളിൽ നിറയുന്നു. ദൈവസ്നേഹാഭിഷേകം നിറയുന്നു. അടിയനിതാ. അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ, അടിയനിതാ. അടിയനിതാ. കരങ്ങൾ താഴ്ത്തി, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, കണ്ണുകൾ അടച്ച്. യേശുവിനായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെല്ലാം അവൻ കരങ്ങളിലെടുത്ത് വാഴ്ത്തിയിട്ടുണ്ട്. അവൻ അതിശയകരമായി ഉയർത്തിയിട്ടുണ്ട്. അവൻ വിടുവിച്ചിട്ടുണ്ട്. അവന്റെ നാമം ഉയരും. യേശുവിനായി സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ തലമുറ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. രണ്ട് കരങ്ങളെയും സ്വർഗ്ഗത്തോളം ഉയർത്തി, ഇതാ നിങ്ങളുടെ കുടുംബങ്ങളുടെ അനുഗ്രഹത്തിന്റെ നിമിഷം, നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹത്തിന്റെ നിമിഷം യേശുവിനായി സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിനായി സമർപ്പിക്കുക, തിരുസഭയ്ക്കായി സമർപ്പിക്കുക. യേശുവേ എന്ന് വിളിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഗ്ലോറി 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 ഗ്ലോറി. ദൈവശക്തി ചലിക്കുന്നു, രോഗികൾ എഴുന്നേൽക്കുന്നു, ദൈവമഹത്വം ഇറങ്ങുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ധകാര പോരാട്ടങ്ങൾ മാറുന്നു, ദൈവശക്തി ചലിക്കുന്നു. ഹല 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 ഹല. വിടുതലിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ് നിറയുന്നു, കവിയുന്നു. യേശുവേ ആരാധന 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 കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് യേശുവിന്റെ തിരുമുഖം കാണുക. അവനെ സ്നേഹിക്കുക, സ്നേഹിക്കുക.